ഫാത്തിമ ഷമീർ. ഹൈറിച്ചിനെ കുറിച്ച് തന്നെ സംസാരിക്കാനാണ് വീണ്ടും ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ കമ്പനിയുടെ മാനേജ്മെൻറ്റ് പൊസിഷനിലോ ഒന്നും നിൽക്കുന്ന ആളല്ല, ഒരു സാധാരണക്കാരിയാണ്. കമ്പനിയിൽ 1.5 വർഷമായിട്ട് കമ്പനിയുടെ പാർട്ടായിരുന്നു ഞാൻ. കാരണം എനിക്ക് ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യാനായിട്ട് കമ്പനി എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് ഏത് വിധത്തിലും സാധാരണക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനി. ഇപ്പോൾ ഒരുപാട് കേസുകൾ ചുമത്തി ഈ കമ്പനിയെ പൊട്ടിക്കാൻ നിൽക്കുന്നവരോട് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ആരെങ്കിലും ഈ കമ്പനിയുടെ ഭാഗമായിരുന്നു? ഈ കമ്പനിയുടെ ഭാഗമായ 99.99% ആളുകൾക്കും കംപ്ലൈൻറ്റ് ഇല്ല. കമ്പനി തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച് ഈ കമ്പനിയുടെ കേസ് നടത്താൻ പോലും പിരിവെടുത്ത് ഞങ്ങൾ നിൽക്കുകയാണ്. കമ്പനി ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആണ് എന്നുള്ള വ്യാജേന നിങ്ങൾ എന്തിനാണ് ഈ കമ്പനിയെ പൊട്ടിക്കെട്ടിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ്? അത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. നിങ്ങൾ കോടികൾ, അതായത് പാവപ്പെട്ടവനെ സംരക്ഷിക്കുന്ന ഈ കമ്പനിയെ തീർക്കാൻ വേണ്ടി കോടികളോളം നിങ്ങളുടെ മക്കളുടെ മക്കൾക്കും ജീവിക്കാൻ വേണ്ടി തികച്ചും കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് ഈ കമ്പനിയെ പൊട്ടിക്കാൻ നിൽക്കുന്നത്. ഇതിൻ്റെ അന്വേഷണ ഭാഗമാകുന്ന ഉദ്യോഗസ്ഥർ പോലും ഈ കമ്പനിയുടെ പേരിൽ തെറ്റില്ല, കമ്പനിക്ക് ഒരു തെറ്റും കണ്ടില്ലെങ്കിൽ നിങ്ങൾ അവരെ പോലും കുറ്റക്കാരായി ചുമത്തുന്നു അല്ലേ? എന്തിനധികം പറയുന്നു, ഹൈക്കോടതി പോലും കമ്പനിയെ പോസിറ്റീവായി പറയുമ്പോൾ നിങ്ങൾ അതിനെ പോലും എതിർക്കുന്നു. അത്രയ്ക്ക് ശക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്താണ്? ഇതിൻ്റെ പിന്നിൽ ഇത്രത്തോളം നിങ്ങൾ കമ്പനിക്കെതിരെ നിൽക്കണം എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ലീഗൽ ഉദ്യോഗസ്ഥരെ പോലും ഞങ്ങളെ അനുകൂലിക്കുമ്പോൾ നിങ്ങൾ അവരെ പോലും കുറ്റക്കാരായി വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ? നിങ്ങൾ കൈക്കൂലി വാങ്ങിച്ചതിനെ നിങ്ങൾ സേഫ് ആക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇല്ലേ? കമ്പനി സെൻട്രൽ ഗവൺമെൻറ്റിലെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫേഴ്സിൽ ലിസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ടാക്സ് ഒരു തവണ പോലും പെൻഡിങ് വരാതെ അടച്ചുകൊണ്ടിരുന്നതാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാനും സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും എല്ലാ അതോറിറ്റീസും പെർമിഷൻ കൊടുത്ത് ഭംഗിയായി നടന്നു വന്ന കമ്പനി ഇപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് മനസ്സിലായി, കുറേ ആളുകളെ സംരക്ഷിക്കും ഈ കമ്പനി അല്ലേ? കുറേ ആളുകൾ, പാവപ്പെട്ടവർ ഉയരും ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവർക്കാണ് ഈ കമ്പനി വളരാൻ അവർ സമ്മതിക്കാത്തത്. തികച്ചും സത്യമായ കാര്യമാണത്. പാവങ്ങളെ ചൂഷണം ചെയ്ത ലോൺ കമ്പനി, ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും മറ്റുമാണ്. എന്തിനധികം പറയുന്നു, OTT പോലും പർച്ചേസ് ചെയ്തപ്പോൾ നഷ്ടം വന്ന ആളുകളുണ്ട് ഇതിനകത്ത്. ഇവരൊക്കെ കൂടി എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ കുറേ പിശാചുക്കളെ മുൻനിർത്തി ഈ കമ്പനിയെ പൂട്ടിക്കാൻ ശ്രമിക്കുന്നുള്ള സത്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഒന്ന് മാത്രം പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ ചെയ്യുന്ന പാപത്തിൻ്റെ ശമ്പളം നിങ്ങളുടെ കുടുംബം മുഴുവൻ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പ്രാരം പാടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന പാപത്തിൻ്റെ ശമ്പളം നിങ്ങളുടെ മുഴുവൻ ആളുകളും അനുഭവിക്കുക തന്നെ ചെയ്യും. കമ്പനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ലക്ഷങ്ങൾ ആളുകൾ ഈ കമ്പനിയുടെ ഭാഗമായിട്ട് നിന്ന് ഞങ്ങൾ ചങ്കു പറിച്ച് ഞങ്ങളുടെ കമ്പനിയുടെ കൂടെ തന്നെ നിൽക്കും. എന്തിനു വേണ്ടി? നിങ്ങൾ എത്രത്തോളം ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ കൊണ്ടുവന്നാൽ ഈ കമ്പനിയെ ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങളുടെ കമ്പനി തിരിച്ചു വരാൻ ഏതറ്റം വരെ പോകാനും റെഡിയാകുന്ന ചങ്കു പറിച്ച് നിൽക്കും. ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഞങ്ങളുടെ കമ്പനി തിരിച്ചു വരണം. ഞങ്ങൾ സാധാരണക്കാരന് ജീവിക്കണമെങ്കിൽ ഞങ്ങളുടെ ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനി തിരിച്ചു വന്നേ മതിയാകും. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും റെഡിയായിട്ട് നിൽക്കുന്ന ലക്ഷങ്ങൾ ആളുകളുണ്ട്. അത് നിങ്ങൾ ഓർമ്മയിരിക്കണം. ഓക്കെ.